ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രണ്ട് പാർട്ടി സഖാക്കൾ, അതും പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്നവർ, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും പത്തനംതിട്ടയിലെ പാർട്ടിയുടെ മുഖവുമായ A. പത്മകുമാറാണ് സ്വർണ്ണക്കൊള്ളയിലെ ആസൂത്രകൻ എന്നാണ് SIT-യുടെ കണ്ടെത്തൽ. തട്ടിപ്പിന്റെ ഭാണ്ഡവുമായി പോറ്റി പടികയറി വന്നത് ഒറ്റയ്ക്കല്ലെന്ന കണ്ടെത്തലാണ് ഒടുവിൽ പത്മകുമാറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിലാണ് പിണറായി സർക്കാരിലെ 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ളയിൽ ഇരുമ്പഴിക്കുള്ളിലാകുന്നത്. അറസ്റ്റിനുശേഷം വാസു നല്ലവൻ എന്നായിരുന്നു മുൻമന്ത്രി കടകംപള്ളിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്. താൻ വന്ന കാലം മുതൽ കണ്ടത് ചെമ്പുപാളി എന്ന പത്മകുമാറിന്റെ മുൻവാക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. പാളി ചെമ്പാക്കുന്നതിൽ പോറ്റിയുമൊത്തുള്ള ഗൂഢാലോചന മുതൽ ലാഭം പങ്കുവയ്ക്കുന്നതിൽ വരെ പത്മകുമാറിന് പങ്കുണ്ടെന്നാണ് SIT കണ്ടെത്തൽ. ഗൂഢാലോചനയ്ക്ക് വേദിയായത് പത്മകുമാറിന്റെ വീടാണെന്ന നിർണായക വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ചെമ്പെന്ന് രേഖപ്പെടുത്താനുള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയതും സഖാവ് പത്മകുമാർ തന്നെ. 4 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ SIT-ക്ക് പത്മകുമാറിന്റെ മുകളിലേക്കും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? അറസ്റ്റിലാകുന്നവർ കുറ്റാരോപിതർ മാത്രമെന്ന പാർട്ടി സെക്രട്ടറിയുടെ ക്യാപ്സൂൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഗുണം ചെയ്യും? വികസന വിരോധികളായ പ്രതിപക്ഷത്തിന്റെ കൂരമ്പുകൾ തടയാൻ ആവനാഴിയിൽ ഇനി എന്തുണ്ടായുധം? ആഗോള അയ്യപ്പ സംഗമം നടത്തിയും വെള്ളാപ്പള്ളിയുടെ വർഗീയതയ്ക്ക് കുടപിടിച്ചും ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള പാർട്ടി തന്ത്രങ്ങൾ സ്വർണ്ണപ്പാളിയിൽ പാളുകയാണോ? പാർട്ടി പെട്ടോ എന്നതാണ് ചോദ്യം. അതിഥികളായി നമ്മോടൊപ്പമുള്ളത് CPM-ൽ നിന്ന് PK ഗോപൻ, കോൺഗ്രസിൽ നിന്നും സന്ദീപ് വാര്യർ, ഹിന്ദു ഐക്യവേദിയിൽ നിന്നും RV ബാബു, മഹേഷ് പണിക്കർ, ശില്പി എന്നിവരാണ്. ആദ്യം ഞാൻ ഞങ്ങളുടെ പ്രതിനിധിയിലേക്കൊന്ന് പോകുന്നു, ഹരിമോഹനിലേക്ക്. SIT അറസ്റ്റിലായ പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുകയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി പത്മകുമാറിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹരിമോഹൻ ആ വാഹനത്തിന് പുറകിലുണ്ട്. ഹരിമോഹൻ, ഇപ്പോൾ പത്മകുമാറുമായി വാഹനം കൊല്ലത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. എത്ര സമയത്തിനകം ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കും? സ്മൃതി, 8 മണിയോടുകൂടി പത്മകുമാറിനെയും കൊണ്ടുള്ള വാഹനവ്യൂഹം മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തും, മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പത്മകുമാറുമായിട്ട് അന്വേഷണ സംഘം SP S. ശശിധരന്റെ നേതൃത്വത്തിലാണ് പോകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇന്ന് തുടക്കം മുതൽക്ക് തന്നെ ഒപ്പമുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് ADGP-യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. ഇതിനിടയ്ക്ക് സംസ്ഥാന പോലീസ് മേധാവിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള വാഹനവ്യൂഹം കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പുറപ്പെട്ടു. 8 മണിയോടുകൂടി എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പത്മകുമാറിനെ 4 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കൂടുതൽ സമയമെടുത്തില്ല, കാരണം കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തെളിവുകളും പത്മകുമാറിന് എതിരായിട്ടുള്ള മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ആ മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരുടേതാണ്. ആ ഉദ്യോഗസ്ഥ മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാസുവിന്റേതാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണത്തെ ചെമ്പുതകിടുകൾ എന്ന് തങ്ങൾ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് വാസു അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയായി SIT പറയുന്നത്, SIT രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഒരു നിർദ്ദേശത്തിന് അപ്പുറത്തേക്ക് ഇതിന്റെ ഗൂഢാലോചന മുതൽക്ക് പത്മകുമാറിന് പങ്കുണ്ട് എന്നുകൂടി SIT കണ്ടെത്തിയിരിക്കുന്നു. ആ പങ്കെന്ന് പറയുന്നത് പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി, 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, ആ ഗൂഢാലോചന അവിടെ വെച്ച് നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. SIT അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അതിനോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ അതുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിവരങ്ങളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും അടക്കം ഇപ്പോൾ നിലവിൽ SIT-യുടെ പക്കലുണ്ട്. ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ലാഭമാണോ ആ സാമ്പത്തിക ഇടപാടുകൾ എന്നുകൂടി ഇപ്പോൾ SIT പരിശോധിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകൾ അതീവ നിർണായകമാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ച്. അതായത് കൊള്ള മുതലിന്റെ പങ്കുപറ്റിയ ആളാണോ പത്മകുമാർ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് SIT എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ആ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയത് മറ്റേതെങ്കിലും വഴിക്കാണെങ്കിൽ ആ രീതിക്കും അന്വേഷണം പോകേണ്ടതുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് അപ്പുറത്തേക്ക് പോറ്റിക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്താൻ വേണ്ടിയുള്ള അവസരം ഒരുക്കിക്കൊടുത്തോ പത്മകുമാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത്. അതുകൂടാതെ സ്വർണ്ണപ്പാളിയിലാണ് അന്വേഷണം. അതോടൊപ്പം തന്നെ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമോ? അത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടല്ലാതെയും
തീർച്ചയായിട്ടും ആ സാമ്പത്തിക ഇടപാടുകളുടെ കാരണം എന്താണ്, ആ സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അതിന്റെ മൂല കാരണം എന്താണ് എന്നുള്ളത് SIT ഉറപ്പായും അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ അത് പത്മകുമാറിലേക്കില്ല എന്നതിന്റെ സൂചനകളുണ്ട്. ഹരിമോഹൻ, വിവരങ്ങൾക്ക് വീണ്ടും ഹരിമോഹനിലേക്ക് എത്താം. ഏതായാലും പത്മകുമാറുമായി SIT സംഘം തിരിച്ചിരിക്കുന്നു കൊല്ലത്തേക്ക് എന്നുള്ളതാണ്. നമ്മുടെ ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. അത് ഞാൻ PK ഗോപനിലേക്ക്, CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ PK ഗോപൻ, CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. N വാസുവിന് ശേഷം പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടി അറസ്റ്റിലാകുന്നു. വെറുമൊരു അറസ്റ്റല്ല, ഇപ്പോൾ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലെ, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആസൂത്രകനാണ്, മുഖ്യ ആസൂത്രകനാണ് പത്മകുമാർ എന്നുള്ള വിവരമാണ് SITയിൽ നിന്ന് പുറത്തു വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇതിനകത്ത് പുതിയ പ്രതികരണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ്. ശബരിമലയെ സംബന്ധിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളിൽ അവിടുത്തെ സ്വർണത്തിൻ്റെ വിഷയത്തിൽ എപ്പോഴാണോ ആ പ്രശ്നം ഉടലെടുത്തത് അന്നേരം മുതൽ CPMന്റെ നിലപാട് മാറ്റപ്പെട്ടിട്ടില്ല. അത് വളരെ കൃത്യമായി തുടരുന്ന ഒരു നിലപാടാണ്. ആ നിലപാട് ഞങ്ങൾ തുടക്കം മുതൽ ഇന്ന് വരെ അത് കൃത്യമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഉദ്യോഗസ്ഥ വിഭാഗത്തിലാണോ, ഉദ്യോഗസ്ഥരെ നയിക്കുന്നതിലുള്ള ഭരണ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളിലാണോ, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണോ കുഴപ്പങ്ങളുള്ളത്, ആ കുഴപ്പങ്ങൾ കൃത്യമായി SIT കണ്ടുപിടിക്കട്ടെ. നമ്മുടെ പ്രതിപക്ഷ സുഹൃത്തുക്കളും ശ്രീമതി സ്മൃതി ഉൾപ്പെടെയുള്ള ആളുകളും വലിയ തോതിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സുതാര്യത കാണിക്കുമോ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ ഏജൻസി മതിയോ, പുറത്തുനിന്ന് ഏജൻസി വേണ്ടേ, ഇത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് എത്തുമോ, ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൽ എത്തുമോ എന്നുള്ള ആശങ്കകളൊക്കെയാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളും ആഴ്ചകളുമായി കേരള പരിസരത്ത് വിതറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴുള്ള ഞങ്ങളുടെ നിലപാടെന്താ? ഇതിനകത്ത് ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾ സംരക്ഷിക്കില്ല, പ്രതികളെയായാലും പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെയായാലും സംരക്ഷിക്കില്ല. അതുപോലെ ഗവൺമെൻറ് SIT എന്നുള്ളത് ഇവിടെ പല സുഹൃത്തുക്കളും ആവേശപൂർവ്വം പലപ്പോഴും സർക്കാരിൻ്റെ പേറോളിലുള്ളവർ അതുകൊണ്ട് ഇത് സത്യസന്ധമാകുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്നല്ലോ. അത്തരം ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്നും ഏതൊരാളിലാണ് അവർക്ക് തെളിവ് ലഭിക്കുന്നത് ആ തെളിവിലേക്ക് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ആരെയാണോ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടത് അറസ്റ്റിനാവശ്യമായ തെളിവുകൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് അവർ മുടക്കില്ലെന്നും അത് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യുമെന്നും നമ്മൾ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ചർച്ചകളിൽ കൂടെ ഇരുന്നല്ലോ. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും SIT ദുർബലമാണ് എന്നൊരു ചർച്ച നമുക്ക് നടത്തിയിട്ടില്ല. SIT ഒന്നാമത് കോടതി നിർദ്ദേശിച്ച, കോടതി ഓരോരുത്തരെയും പിക്ക് ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ സർക്കാർ ഉദ്ദേശിച്ചാലും ഇടപെടാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതിൽ സർക്കാരിൻ്റെ ഒരു വിശാല മനസ്കതയല്ല, അത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരിന് അത് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയുള്ള, ഞാനൊന്ന് ചോദിക്കട്ടെ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ പാർട്ടി സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശ്രീ PK ഗോപൻ. അതിൽ ആരെയും അറസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വാചകം വളരെ എളുപ്പമാണ്. പക്ഷേ പാർട്ടിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയുടെ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടാണ് ഈ പറയുന്ന N വാസു ആയാലും പത്മകുമാർ ആയാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. പിണറായി സർക്കാരിലെ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നത്. അതിന്റെ ഗൗരവത്തെ എങ്ങനെ കാണുന്നു? ശ്രീമതി സ്മൃതി ആദ്യം പറഞ്ഞ ഭാഗത്ത് SITക്ക് പകരം മറ്റ് ഏജൻസികൾ വേണമെന്നും ഇത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ എത്തില്ലെന്നും നമ്മുടെ ഈ ചർച്ചയെ തന്നെ എത്രയോ പ്രതിപക്ഷ സുഹൃത്തുക്കൾ ശ്രീമതി സ്മൃതിയുടെ ശ്രദ്ധയപ്പെടുത്തി ഈ ചർച്ചയിൽ വളരെ ആവേശപൂർവ്വം വാദിച്ചു. അപ്പോഴെല്ലാം ഞാൻ ഈ മറുപടി പറയുമായിരുന്നല്ലോ, SITയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല, ഗവൺമെൻറ് ഇടപെടില്ല, പേറോളിലുണ്ടായാലും ശരി ഞങ്ങൾ ഇടപെടില്ല. അന്താരാഷ്ട്ര ബന്ധത്തിലേക്ക് പോകുമ്പോഴാണ്, അന്താരാഷ്ട്ര ബന്ധം എന്നുള്ള വിവരങ്ങൾ വന്ന ഘട്ടത്തിലാണ് ആ ചർച്ചകൾ വന്നത്. അല്ലാതെ SIT ദുർബലമാണ് എന്ന രൂപത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ചർച്ചയിലേക്ക് പോകുന്നതിന് പകരം കാര്യത്തിന് പാർട്ടി അംഗം എന്ന നിലയ്ക്ക് അങ്ങ് മറുപടി പറയൂ. പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണല്ലോ ഇപ്പോൾ അറസ്റ്റിലായത്. മറുപടി പറയാൻ സമയം എന്താ സ്മൃതി? സ്മൃതിയുടെ ചോദ്യം വിശാലമാണ്, മറുപടി പറയാൻ സമയം എന്താ? അന്താരാഷ്ട്ര ബന്ധം കോടതി ആരോപിച്ചിട്ടില്ല. ഞാനത് ഇവിടെ ഈ ഫ്ലോറിൽ തന്നെ വിശദീകരിച്ചതാ. കോടതി ഒരു ഉപമ സൂചിപ്പിച്ചതാണ്. ഇത് സുഭാഷ് കപൂറിനെ പോലുള്ള ഒരു കൊള്ളയിലേക്കാണല്ലോ എന്ന് പറഞ്ഞാൽ സുഭാഷ് കപൂറിനെ ബന്ധപ്പെടുത്തിയുള്ള കൊള്ളയല്ല പറഞ്ഞേ.
ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ നടന്ന പല വിഗ്രഹമോഷണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അത്തരം ഒരു സംഭവത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് കോടതി നിരീക്ഷണം. അല്ലാതെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധമുണ്ടെന്ന് ഇതുവരെ SITയോ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നിരീക്ഷിച്ചിട്ടില്ല. വീണ്ടും ശ്രീമതി സ്മൃതി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതല്ല യാഥാർത്ഥ്യം. രണ്ടാമത് അങ്ങയുടെ പോയിന്റ്, പാർട്ടി DC മെമ്പർ, നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രീ N വാസു സാർ, അദ്ദേഹത്തിന് പാർട്ടി ബന്ധം, അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലും നിലവിലില്ല എന്ന് ഞാൻ പലതവണ ഈ ഫ്ലോറിൽ സൂചിപ്പിക്കാൻ പരിശ്രമിച്ചതാണ്. ഇപ്പം നിങ്ങൾക്ക് DC മെമ്പറെ കിട്ടി. DC മെമ്പറെ സംബന്ധിച്ചെന്താ, പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ് പത്മകുമാർ. പത്മകുമാർ ഈ കേസിൽ പ്രതിയാക്കപ്പെടുകയും പത്മകുമാർ ഇതിൽ ഈ കാര്യത്തിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ നിങ്ങൾ കരുതുന്നുണ്ടോ പത്മകുമാറിനെ CPM സംരക്ഷിക്കുമെന്ന്? നിങ്ങൾ പറയുന്ന സമയത്ത് പത്മകുമാറിനെ പുറത്താക്കണമെന്നുള്ളതാണോ? പത്മകുമാറിൻ്റെ പേരിൽ പാർട്ടിക്ക് നിലപാടെടുക്കേണ്ട സമയത്ത് പത്മകുമാറിനേക്കാൾ വലിയ എത്രയോ പേരുടെ പേരിൽ ഒരു പ്രയാസവും ഇല്ലാതെ നിലപാടെടുത്തിട്ടുള്ളതായി പാർട്ടി. അതുകൊണ്ട് അതിന് പാർട്ടിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ശ്രീ പി കെ ഗോപൻ, പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോഴും പാർട്ടി ബന്ധം ഉപയോഗിച്ച് ഇവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. N വാസുവിന് നിലവിൽ ഒരു സ്ഥാനവുമില്ല എന്നൊക്കെ പറയുമ്പോൾ കഷ്ടമാണ് ശ്രീ പി കെ ഗോപൻ. N വാസു പാർട്ടി സ്ഥാനങ്ങളിലൂടെ, അതായത് പഴയ SFIയുടെ DYFയുടെ ആദ്യ രൂപത്തിൽ കൂടി വന്ന് പിന്നീട് DYFയുടെ ആദ്യ രൂപം KSYF, അതിലൂടെയല്ലേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വന്നത്. അദ്ദേഹം CPMന്റെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. ഈ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി 10 വർഷമാണ് അദ്ദേഹം തുടർന്നത്. പിന്നെ ഈ ദേവസ്വം കമ്മീഷണറായി 2 തവണ ദേവസ്വം കമ്മീഷണറാകുന്നു. പിന്നീട് ആദ്യമായിട്ടാണ് ഒരു കമ്മീഷണറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നത്. ആ നിലയ്ക്കൊക്കെ തന്നെയും പാർട്ടിക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നേതാവായിരുന്ന N വാസു ഇപ്പോൾ സ്ഥാനമില്ല എന്നുള്ള സാങ്കേതികത്വമൊക്കെ പറഞ്ഞ് എത്രത്തോളം ഒഴിയാൻ പറ്റും ശ്രീ പി കെ ഗോപൻ? സ്മൃതി എന്തിനാ എൻ്റെ വായിൽ നിങ്ങളുടെ വാചകം തിരികെ വെക്കാൻ പരിശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞോ, ഈ ഫ്ലോറിൽ തന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, അങ്ങ് ഈ വിശദീകരിച്ച പൊസിഷനുകളെല്ലാം ഞാൻ തന്നെ ആവർത്തിച്ചിട്ടുള്ളതല്ലേ? ശ്രീ N വാസു ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് ഞാൻ ഉപയോഗിച്ച വാക്ക് ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യൗവനകാലം എന്ന് ഞാൻ ഉപയോഗിച്ച വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു. CPIMൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, തർക്കമില്ല. അതിനുശേഷം അദ്ദേഹം ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി മിനിസ്റ്ററുടെ. ഇതിലൊക്കെ ആർക്കാ തർക്കം? ഞാൻ നിലവിലുള്ള പൊസിഷനാണ് ശ്രീമതി സ്മൃതി പറഞ്ഞത്. നിലവിൽ പത്മകുമാറിനെയും വാസു സാറിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പം ആ പൊസിഷനെ ഞാൻ പറഞ്ഞുള്ളൂ. പത്മകുമാർ DC മെമ്പറാ, എനിക്കതിൽ തർക്കമില്ലല്ലോ. പക്ഷേ അങ്ങനെയുള്ള ഒരു ആളിൻ്റെ പേരിലോ അതിനേക്കാൾ ഉയർന്ന ആളിൻ്റെ പേരിലോ ഇത് എത്തിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആരിലെത്തിയാലും ശരി, ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ എന്താ, ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും പുറത്തില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു തരത്തിലും അത് ആര് കടത്തിക്കൊണ്ടുപോയാലും അല്ല, ആര് കടത്തിക്കൊണ്ടുപോയാലും അതിനാണ് SIT ഞങ്ങൾ തന്നെയാണല്ലോ കോടതിയുടെ മുമ്പിൽ പറഞ്ഞത്. 3 ഓപ്ഷൻ ഞങ്ങൾ വെച്ചല്ലോ. അന്വേഷണ കമ്മീഷൻ, ഏത് അന്വേഷണ കമ്മീഷനെ വെച്ചാലും ഗവൺമെന്റ് കൂടെ പൂർണ്ണമായിട്ട് നിൽക്കും. മുഖ്യമന്ത്രി പറഞ്ഞ വാചകം എന്താ, ഞങ്ങൾ കോടതിക്കൊപ്പം. ഇതിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം എന്താ, SITയെ നിങ്ങൾ ദുർബലപ്പെടുത്തും. ആ ആരോപണം നിലനിൽക്കുന്നില്ലല്ലോ ഇന്ന് കേരളത്തിൽ. ഏത് ഉള്ളടരുകളിലേക്ക് ചെല്ലാനും ഏത് അറയിലേക്ക് കടന്നു ചെല്ലാനും കഴിയുന്നു. ശരി, അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഔദാര്യമല്ലെന്നാ, ഞങ്ങളെ ശ്രീ പി കെ ഗോപൻ. അതൊരു വലിയ അവകാശവാദമായിട്ടും ഒരു മേനി പറയുന്ന രൂപത്തിലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെ പറയാതെന്ന് ഇത് രണ്ടും കൂടെ നിങ്ങൾ പറയരുത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഉറച്ചിരിക്കണം. ഒന്നുകിൽ ഞങ്ങൾക്ക് ഇടപെടാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുന്നു, ദുർബലപ്പെടുത്തും. നിങ്ങൾ ശ്രീ പി കെ ഗോപൻ, നമ്മുടെ ചർച്ച SIT അന്വേഷണത്തിൽ പാർട്ടിയോ സർക്കാരോ ഇടപെടുന്നു എന്നുള്ളതല്ലോ. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് പിടിയിലായിരിക്കുന്നു, അഴിക്കുള്ളിലായിരിക്കുന്നു എന്നുള്ളതാണല്ലോ. ഞാൻ സന്ദീപ് വാര്യരിലേക്ക് പോകുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലുള്ള പത്മകുമാറിന്റെ പ്രതികരണം എല്ലാം അയ്യപ്പൻ തീരുമാനിക്കും എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ് പത്മകുമാറിന് ശബരിമലയുമായിട്ടുള്ള ബന്ധം. ഹരിവരാസനം എഴുതിയ വ്യക്തിയുടെ തലമുറയിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ശബരിമലയുമായിട്ടുള്ള ബന്ധം, ആ കുടുംബം അതുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നവരാണ്. അപ്പോൾ അദ്ദേഹം വിശ്വാസിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വിശ്വാസിയായ ഒരാളാണ് സ്വർണ്ണപ്പാളി കവർച്ചയിൽ, സ്വർണ്ണ കൊള്ളയിൽ ആസൂത്രകൻ എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ.
ഇത് എങ്ങനെയാണ് പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത്. പക്ഷേ നേരത്തെ ശ്രീ ഗോപൻ പറഞ്ഞ പോലെ ചില ഘട്ടങ്ങളിലെങ്കിലും SIT മതിയോ എന്നൊരു സന്ദേഹം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഒന്ന് സ്മൃതി, ഇവിടെ പത്മകുമാറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്കും ആദ്യമായിട്ട് പറയാനുള്ളത്. എല്ലാം അയ്യപ്പൻ്റെ തീരുമാനമാണ്. കാരണം ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹ അല്ലെങ്കിൽ അയ്യപ്പന് സമർപ്പിക്കപ്പെട്ട സ്വത്തുക്കൾ അടക്കം സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ അവിടുന്ന് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നേരത്തെ ശബരിമലയിൽ ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ തന്നെ അതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ ഇന്ന് മറ്റൊരു മണ്ഡലകാലത്ത് അഴിക്കുള്ളിലേക്ക് പോകുന്ന കാഴ്ച കാണുമ്പോൾ തീർച്ചയായിട്ടും അത് അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ, ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ അവിടെ നടന്നു എന്ന് വിശ്വസിക്കാനാണ് ഒരു അയ്യപ്പ ഭക്തനായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ, ഇവിടെ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മറ്റൊരു പോംവഴിയില്ല. കാരണം ഈ അന്വേഷണം നടക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഇവിടെ CPM-നോ സർക്കാരിനോ വലിയ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ണീകൃഷ്ണൻ പോറ്റിയിൽ ഇതിങ്ങനെ നിന്നത്? ഉണ്ണീകൃഷ്ണൻ പോറ്റിക്കെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ടാണ് വിസമ്മതിച്ചത്? ദേവസ്വവും വിജിലൻസും പോലീസും ചേർന്ന് അന്വേഷണം ഉണ്ടായിരുന്നല്ലോ. ഉണ്ണീകൃഷ്ണൻ പോറ്റിക്കെതിരെ പോലും കേസുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവരുടെ ഉഴപ്പ് വാസ്തവത്തിൽ ഉണ്ണീകൃഷ്ണൻ പോറ്റിയെ ഭയന്നുകൊണ്ടായിരുന്നു. ഉണ്ണീകൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിയും തമ്മിൽ വലിയ അടുപ്പാണല്ലോ. ഉണ്ണീകൃഷ്ണൻ പോറ്റിയെ പുകഴ്ത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അപ്പോൾ ഉണ്ണീകൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലുള്ള ബന്ധം, CPM നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധം, ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യഘട്ടത്തിൽ CPM ശ്രമിച്ചു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി, അതുപോലെ അതിന് പുറകിൽ ചില മത തീവ്രവാദികളാണെന്നും വാർത്ത കൊടുത്ത ചില ഇടതുപക്ഷ മാധ്യമങ്ങളുണ്ട്, CPM-ന്റെ മാധ്യമങ്ങളുണ്ട്. അതുപോലെ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ ഇവർ കൊടുത്തിട്ടുള്ള വാർത്ത എന്താ? ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടില്ല, സ്വർണം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശിയതിനു ശേഷം സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചു എന്നായിരുന്നു അന്നത്തെ CPM-ന്റെ മാധ്യമങ്ങളിലെ വാർത്തകൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇവരുടെയൊക്കെ ഈ ചർച്ചകളിൽ വരുന്നവരുടെ വാദവും അത് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. ആ സ്വർണത്തിന് സാധാരണ സ്വർണത്തിൻ്റെ വിലയല്ല, മറിച്ച് അതിനൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് വാങ്ങാൻ കോടിക്കണക്കിന് കൊടുത്ത് വാങ്ങാൻ ആളുകളുണ്ട്, അയ്യപ്പ ഭക്തരുണ്ടെന്ന് നമുക്കറിയാം. കാരണം അയ്യപ്പന് സമർപ്പിക്കപ്പെട്ടതാണ്, ശ്രീകോവിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ബോധ്യമായ സമയത്ത് ഇപ്പോൾ CPM പിന്നീട് ഇവരുടെ ന്യായീകരണം എന്തായിരുന്നു? ഇത് ദേവസ്വം ഉദ്യോഗസ്ഥരിൽ മാത്രമുള്ള സംഭവിച്ചിട്ടുള്ള പിഴവാണെന്നായിരുന്നു. അങ്ങനെയാണോ സംഭവിച്ചത്? ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് CPM നേതാക്കളിലേക്ക് ഇതെത്തി. കാരണം അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഗത്യന്തരമില്ലാതെ എത്തിയതാണ്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പത്മകുമാറിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ വരുന്നു. നമുക്ക് ചർച്ചയിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഹരിമോഹനിലേക്ക് പോകുന്നു. മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ പത്മകുമാറിന്റെ മൊഴി വന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ്. കടകംപള്ളിക്ക് കുരുക്കാകുന്ന മൊഴി പത്മകുമാറിൽ നിന്ന് വന്നിരിക്കുന്നു SITക്ക് എന്നുള്ളതാണ്. ആ 4 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ അപേക്ഷയിലാണ് ഫയൽ നീക്കം നടന്നത്. ഫയൽ നീക്കം നടത്തിയതൊക്കെ ഉദ്യോഗസ്ഥരാണ്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നും പറയുന്നു. അതേസമയം കടകംപള്ളിക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും സായികുമാറുണ്ട്. സായികുമാർ, ഇപ്പോൾ കടകംപള്ളിക്ക് കുരുക്കാകുന്ന മൊഴി ഇപ്പോൾ പത്മകുമാറിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അതാണോ പത്മകുമാറിന്റെ ചിരിയുടെ അർത്ഥം? തീർച്ചയായും സ്മൃതി, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാകുന്ന നിർണായകമായ മൊഴി ഇപ്പോൾ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പോറ്റി സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ പ്രകാരം പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അപേക്ഷ. ആ അപേക്ഷയിലാണ് ഫയൽ നീക്കം നടന്നത്. ആ ഫയൽ നീക്കം നടത്തിയതൊക്കെയും ഉദ്യോഗസ്ഥരാണ്. ശരി, ഞാൻ വരാം. ഞാൻ ഹരിമോഹനിലേക്ക് തന്നെ പോകുന്നു. ഹരിമോഹൻ, ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ കാര്യം പറയുന്നു. കടകംപള്ളിക്ക് കുരുക്കാകുന്ന എന്ത് മൊഴിയാണ് പത്മകുമാർ നൽകിയിരിക്കുന്നത്? ഹരി, പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ഈ പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം ബോർഡിലല്ല ആദ്യം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പക്കലല്ല ആദ്യം അപേക്ഷ നൽകിയത്. അത് സർക്കാരിന്റെ അടുത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അപേക്ഷ നൽകിയത്. ആ അപേക്ഷയാണ് ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പത്മകുമാർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴി കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ
വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതായത് ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡിലേക്ക് നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയായി ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് പത്മകുമാർ പറഞ്ഞത്. ആ അപേക്ഷയിന്മേലാണ് പിന്നീട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട താൻ അടക്കമുള്ള ആളുകളും തുടർ നടപടികൾ സ്വീകരിച്ചത്, ആ ഫയൽ നീക്കം നടത്തിയത് എന്നുള്ളതാണ് പത്മകുമാർ നൽകുന്ന മൊഴി. ആ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇതിനു മുമ്പ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് ഭരണസമിതിയെയാണ് പഴിച്ചിരുന്നതെങ്കിൽ പത്മകുമാറിലേക്ക് ചോദ്യം ചെയ്യൽ പോകുമ്പോൾ പത്മകുമാർ നൽകുന്ന മൊഴി എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിന് ഇതിനകത്ത് കാര്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് ദേവസ്വം വകുപ്പിലേക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയാണ്. ആ അപേക്ഷയിന്മേൽ തുടർ നടപടികൾ എടുക്കാൻ വേണ്ടി മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡിലേക്ക് ഇത് കൈമാറുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ആ അപേക്ഷയിന്മേൽ കാണുന്നില്ല. ആ പാളികൾ കൈമാറാൻ വേണ്ടിയുള്ള പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി തുടർ നടപടികൾ സ്വീകരിക്കാൻ എന്ന് പറയുമ്പോൾ അതിന് ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സവാദവും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് മനസ്സിലാകുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടുന്ന കാര്യം നേരത്തെ തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെ പത്മകുമാറിന്റെ മൊഴിയിൽ നമുക്ക് വായിച്ചറിയാൻ കഴിയും. മൊഴിയാണത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിനാണ് അപേക്ഷ നൽകിയത്. അങ്ങനെ സർക്കാരിന് അപേക്ഷ നൽകുന്നു എന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രിക്ക്, അപ്പോൾ ദേവസ്വം മന്ത്രിയാണ് പോറ്റിയുടെ കാര്യം ദേവസ്വം ബോർഡിനോട് പറയുന്നത്. അങ്ങനെയാണ് പോറ്റി അവിടെ എത്തുന്നത്, പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പോറ്റി ശബരിമലയിലെ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്ന ആളായി മാറിയത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മൊഴിയാണ് ഇപ്പോൾ പത്മകുമാറിൽ നിന്ന് വന്നിരിക്കുന്നത്. സന്ദീപ് വാര്യർ, ആദ്യ പ്രതികരണം. എല്ലാം അയ്യപ്പന്റെ ഇച്ഛ, അയ്യപ്പന്റെ ഇഷ്ടം പോലെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആദ്യ പ്രതികരണം. അത് തന്നെയായിരിക്കും അവസാനത്തെ പ്രതികരണവും. കാരണം അയ്യപ്പനോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ ഇവർ ചെയ്തിട്ടുള്ള, ശബരിമല ഭക്തരോട്, അയ്യപ്പ വിശ്വാസത്തോട് ഇവർ ചെയ്തിട്ടുള്ള ക്രൂരത എങ്ങനെയാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തർക്ക് മറക്കാൻ സാധിക്കുക? രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് എങ്ങനെയാണ് അത് മറക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസപരമായ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം കാണുന്ന സമയത്ത് എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ്. അയ്യപ്പനുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തിയും വിശ്വാസവും വർദ്ധിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇപ്പോൾ പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുന്ന സമയത്ത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം അകത്ത് പോയിരിക്കുകയാണ്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന് മാത്രമല്ല മുൻ MLA ആണ്. ഇപ്പൊ നേരത്തെ ഗുരുദാസിന്റെ APS ആയിരുന്നു വാസു എന്ന് ആലോചിക്കണം. ഒരു CPM-ന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ APS-നെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? പാർട്ടി നോമിനിയാണ്. 2 തവണ ദേവസ്വം പ്രസിഡന്റായിട്ട്, ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റും ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ടി നോമിനിയാണ്. പത്മകുമാർ പിന്നെ പാർട്ടിക്കാരൻ തന്നെയാണ്. നമുക്ക് അതിനെയൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ CPM-ന്റെ ഇൻവോൾവ്മെന്റ് ആണ് പുറത്തു വന്നത്. പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ CPM-ന്റെ ഇൻവോൾവ്മെന്റ് പുറത്തു വന്നു. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പറയുന്ന ഈ പറയുന്ന പത്മകുമാറിന്റെ മൊഴി അത് മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഇൻവോൾവ്മെന്റും കൂടി ഈ തരത്തിൽ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം ഇതിൽ വലിയ ആളുകൾ പുറകിലുണ്ട് എന്നുള്ളത്. ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒരു മുരാരി ബാബുവിലോ അവസാനിപ്പിക്കേണ്ടതല്ല. ഈ മുരാരി ബാബുവുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും ഒക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്ന CPM-ന്റെ സമുന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുള്ള വലിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. കേവലം സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യത്തിന്റെ പിന്നിലും കോടികളുടെ അഴിമതിയാണ്. അത് കേവലം ഇത് മാത്രമൊന്നുമല്ല. അപ്പൊ ശബരിമലയെ വിശ്വാസത്തെ കച്ചവടച്ചരക്കാക്കിക്കൊണ്ട് ശബരിമലയെ കൊള്ളയടിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ചെയ്തത്. ഇത് മുഴുവൻ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. CPM-ന്റെ കപടമുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അയ്യപ്പ സംഗമം എന്ന പേരിൽ വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള മുതലാളി സംഗമം അത് സമ്പൂർണ്ണമായ തട്ടിപ്പായിരുന്നു എന്നിപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതുപോലെ ശബരിമലയെ തകർക്കാനും ശബരിമലയെ ഇല്ലാതാക്കാനും നീക്കം നടത്തിയ ഒരു സർക്കാരിനെതിരായിട്ടുള്ള വലിയ ബഹുജന പ്രക്ഷോഭം നാളെ മുതൽ തെരുവിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്തുകയും അറസ്റ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ സുചിന്തിതമായിട്ടുള്ള അഭിപ്രായം. വളരെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ RV ബാബുവിന്റെയും മഹേഷ് പണിക്കരുടെയും അഭിപ്രായങ്ങൾ തേടാം. ശ്രീ RV ബാബു, ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അറസ്റ്റിലായ മുരാരി ബാബു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്ന അറസ്റ്റ്. അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വാസുവിലേക്ക് എത്തുന്നത്. വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാറിലേക്ക് എത്തിക്കുന്നത്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി അടുത്തത് കടകംപള്ളിയാണോ? സ്മൃതി, ഈ സ്വർണ്ണക്കൊള്ള വിഷയം പുറത്തു വന്ന സമയം മുതൽ തന്നെ
അതിൻ്റെ കേസ് വിവരങ്ങളെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അന്നു മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ദേവസ്വം ബോർഡ് മെമ്പർമാർ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവരെയൊക്കെ നിയമിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം കൂടി ഉത്തരവാദികളാണ് എന്ന് അന്നു മുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിനെ നിയന്ത്രിച്ചിരുന്ന, ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളെ നോക്കിയിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം എത്തണം എന്ന ആശയം അന്ന് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാര്യമാണ്. ഇപ്പോ SITയുടെ അന്വേഷണത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, അത് മഹാകാര്യമാണ് എന്നൊക്കെയാണ് ഗോപൻ ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് 2019 വോറ്റി വശം കൊടുത്തുവിടാൻ, അത് ചെമ്പാക്കി മഗസറിൽ രേഖപ്പെടുത്തി കൊടുത്തുവിടുന്നതിൽ പങ്കാളികളായ ആളുകളുടെ അവരുടെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ചുമതലപ്പെട്ടവരുടെ ചുമതലകളാണ് പറഞ്ഞത്. ദേവസ്വം കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, എഞ്ചിനീയർ, അതിലൊരു പ്രതിയാണ് ദേവസ്വം ബോർഡ്. 10 പ്രതികളാണ്. അങ്ങനെ ദേവസ്വം ബോർഡ് അടക്കം 10 പേര് വരും. ആ ദേവസ്വം ബോർഡിൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരൊക്കെയാണ് സ്മൃതി. ഒരാളുടെ പേര് KP ശങ്കരദാസ് എന്നാണ്, മറ്റേയാളുടെ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. സ്മൃതിക്ക് അറിയാമെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നല്ലതാണ്. KP ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രതിയാണെന്ന് അന്ന് അതിന് ഉത്തരവാദിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, അന്നത്തെ ഇപ്പോൾ പത്മകുമാർ മാത്രമായിട്ട് ഈ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തിട്ട് ഈ തീരുമാനം എടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വം ഇല്ലേ? വിജയകുമാർ അംഗങ്ങൾ ഇതിനകത്ത് പ്രതികളാണ്. അതുകൊണ്ട് ഹൈക്കോടതി വിജയകുമാർ, എനിക്ക് ആ പേര് ഓർമ്മയില്ലായിരുന്നു. താങ്ക് യു. അപ്പോ വിജയകുമാർ, KP ശങ്കരദാസ്, നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ പോരെ? നമുക്ക് സാമാന്യനെ നമുക്ക് ചിന്തിച്ചുകൂടെ? പത്മകുമാർ ഈ ദേവസ്വം ബോർഡ് മെമ്പർമാർ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം അതിൽ പ്രതിയാവണം, അവരെ അറസ്റ്റ് ചെയ്യണം. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രന്റെ കയ്യിലാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ പോയതെന്ന് പറഞ്ഞു. അത് ന്യായമായും നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം ഇവരൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു. പത്മകുമാർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന്. വാസു പറഞ്ഞിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഈ വ്യക്തിയെ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എനിക്ക് പരിചയമില്ല എന്ന്. പക്ഷേ പുറത്തു വന്ന പിന്നീടുള്ള വാർത്തകൾ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പാലുകാച്ചലിന് പോകുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണെന്ന് വരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നല്ല ബന്ധമുള്ള ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് ഇതിനകം തന്നെ പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ബന്ധം ഉപയോഗിച്ച് ദേവസ്വം വകുപ്പിന് തന്നെ ഈ അപേക്ഷ നൽകുന്നു എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കത്തക്കതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അന്വേഷണം തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകണം. ഇത് പോകുമോ എന്നുള്ള ആശങ്കയിലെ അടിസ്ഥാനത്തിലാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ SITയിലുള്ള ഒരു അവിശ്വാസം പറഞ്ഞു എന്ന് പറഞ്ഞു. ഹൈക്കോടതിയിലല്ല നമ്മുടെ അവിശ്വാസം, SIT. നമ്മൾ പറയാൻ കാരണം എന്താ? SITയിലെ ഉദ്യോഗസ്ഥന്മാര് എന്ത് പറഞ്ഞാലും ശരി, അവര് പിണറായി വിജയന്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ്. തൽക്കാലത്തേക്ക് ഒരു പീരീഡിൽ അവരും ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ പ്രവർത്തിക്കുന്നു. ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നേരിട്ട് കൊടുക്കുന്നു. അതൊക്കെ ശരി. പക്ഷെ ആത്യന്തികമായി ഇവരൊക്കെ ആരാണ്? ഇവര് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. ആ ഒരു സ്വാധീനം SITക്ക് ഉണ്ടാകാം എന്നൊരു ആശങ്ക ഞങ്ങൾ തുടക്കത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോ ഇതെല്ലാം SIT ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. SIT ചെയ്യണം. എപ്പോഴാണെന്നറിയാമോ? ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി അടക്കം കട്ടിളപ്പാടി അടക്കം കേരളത്തിന് പുറത്തു കൊണ്ടുപോയി പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ SIT ചോദ്യം ചെയ്തോ? അവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടോ? അവരെയൊക്കെ വിളിപ്പിക്കുമ്പോൾ SITയുടെ പൂർണ്ണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിലോ ആന്ധ്രയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഒക്കെ ഈ പോറ്റി കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിശദമായി അന്വേഷിച്ച് കണ്ടെത്താൻ SITക്ക് സാധിക്കുമോ? അതിന്റെ SITക്കുള്ള പരിമിതികളെ നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് SITയുടെ പരിമിതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, അതൊരു CBI അന്വേഷണത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞത്. ആ വാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സ്മൃതി. അത് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവില്ലായ്മയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അതിന്റെ തുടക്കം മുതൽ ഞാൻ ചർച്ച ചെയ്തപ്പോൾ അതിന്റെ പരിമിതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. SITക്ക് ഒരു പരിമിതി ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോ SIT വേറെ നിവൃത്തിയില്ല. പത്മകുമാറിനെ ഒരാളാണ്, കോടതിയല്ലേ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ കോടതിയാണ് നിരീക്ഷിക്കുന്നത്. എപ്പോഴും അന്വേഷണം എവിടം വരെ പോകണം, അന്വേഷണം ഏത് തലം വരെ പോകണം, ആരെയൊക്കെ, അത് കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. SIT അന്വേഷിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിരീക്ഷിക്കും, അതിന്റെ നിഗമനങ്ങൾ നടത്തും. ആരെ വിട്ടുകളയണം, ആരെ ഒഴിവാക്കണം,
എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ SIT അല്ല തീരുമാനിക്കുന്നത് സ്മൃതി. അതെല്ലാം കോടതിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്. നമുക്കറിയാലോ ഒരു അന്വേഷണ ഏജൻസിക്ക് ഏതൊക്കെ തരത്തിൽ ഒരാളെ രക്ഷിക്കാൻ കഴിയും, ഏതൊക്കെ തരത്തിൽ ഈ അന്വേഷണം ലഘുവാക്കി മാറ്റാൻ കഴിയും, ദുർബലമാക്കാൻ കഴിയും എന്നൊക്കെ അറിയാത്തവരല്ലല്ലോ. ഞാനിവർ ദുർബലമാക്കി എന്നൊന്നും ആരോപിച്ചിട്ടില്ല കേട്ടോ. അതിന്റെ സാധ്യതകളുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. കാരണം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള അത് നമുക്ക് സഹിക്കാനാവുന്നതിലപ്പുറമാണ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ശബരിമല സന്നിധാനം ഒരു കൊള്ളയ്ക്ക് ഇരയായിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് ശബരിമലയിൽ. പക്ഷേ ഇത്രയും നഗ്നമായ കൊള്ള വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ചത് കൊള്ളയടിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചിരിക്കുന്നു. CPM ഇപ്പൊ എന്താ MV ഗോവിന്ദൻ പറഞ്ഞത്? എന്താ MV ഗോവിന്ദൻ പറഞ്ഞത്? കുറ്റാരോപിതൻ മാത്രമാണ് പത്മകുമാർ എന്ന് പറഞ്ഞില്ലേ? MV ഗോവിന്ദന്റെ ഇന്നത്തെ കമന്റിൽ അയാളെ അങ്ങനെ തള്ളി പറയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ്, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അപ്പോ MV ഗോവിന്ദന് പത്മകുമാർ ഇപ്പോഴും ഒരു കുറ്റവാളിയല്ല, ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. ഈ നയം എല്ലാ കാലത്തും CPM എടുക്കാറുണ്ടോ? ഇപ്പോഴത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ആരെങ്കിലുമൊക്കെ കേസിൽപ്പെട്ടാൽ അവരെ അറസ്റ്റ് ചെയ്താൽ ഈ നയമാണോ CPM എടുക്കാറ്? അല്ല. CPM കാപട്യം നിറഞ്ഞ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തിരിക്കുക. എന്തുകൊണ്ടാണ് പത്മകുമാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്, കോടതി ശിക്ഷിക്കുമ്പോഴല്ലേ? അത് ശരിയാണ്, തത്വത്തിൽ അത് ശരിയാണ്. പക്ഷെ ആ നിലപാടാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം? കാരണം വളരെ ശക്തനായ നേതാവിനെ തന്നെ കണ്ടെത്തി ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ CPM ആ പ്രസിഡന്റ് ജയിലിൽ ഉള്ളാവുമ്പോൾ ദൗർഭാഗ്യകരമായി പോയി. അതിനു മുകളിലേക്ക് പോകാനുള്ള പ്രതിരോധമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്മകുമാർ എന്ന പേര് പറഞ്ഞ് തള്ളി പറയാതിരുന്നതിന്റെ കാരണം അതാണോ എന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ശ്രീ മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു. ശ്രീ മഹേഷ് പണിക്കർ, പത്മകുമാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശബരിമലയുമായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിയുമായുള്ള ബന്ധം അതവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭക്തരുടെ ഭൂരിപക്ഷ വോട്ട് കിട്ടാനുള്ള ഒരാളെന്ന നിലയ്ക്ക് കൂടിയാണ് പത്മകുമാർ അവിടെ പത്തനംതിട്ടയിൽ CPM-ലെ പ്രധാനിയാകുന്നത് തന്നെ. ഹരിവരാസനം എഴുതിയ ജാനകിയമ്മയുടെ ബന്ധുവാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും ശബരിമലയുടെ കരാറുകാരനായിരുന്നു. അങ്ങനെ ശബരിമലയുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞത് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാനിവിടെ ഈ ചുമതലയിൽ വരുമ്പോൾ ഇത് മുഴുവൻ ചെമ്പുപാളിയായിരുന്നു, സ്വർണ്ണപ്പാളിയൊന്നും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുമതലയിലുള്ളപ്പോൾ മാത്രം വന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം അവിടെ? മാത്രമല്ല അദ്ദേഹത്തിന് ആ പ്രതികരണം പിന്നീട് അദ്ദേഹം അത് മാറ്റി പറയുകയും ചെയ്തു, പറഞ്ഞതിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ചെമ്പുപാളിയല്ലേ എന്ന് വ്യക്തമായി പറയുന്നത് നമ്മുടെ മുന്നിലുണ്ട് ശ്രീ മഹേഷ് പണിക്കർ. അപ്പോൾ ആ ചെമ്പുപാളി ആക്കിയതിൽ മുഖ്യനായിരുന്നു അദ്ദേഹം എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ SIT-യുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു തന്നെയാണോ അങ്ങേക്കും പറയാനുള്ളത്? അയ്യപ്പൻ തീരുമാനിക്കും, അയ്യപ്പന്റെ ഇഷ്ടം. അല്ല, ഇന്ന് അതിനൊരു പ്രത്യേക എല്ലാരും ഓർക്കേണ്ട ഒരു ദിവസം. ഇന്ന് സത്യം പറഞ്ഞ ഒരു അമാവാസിയാണ്. ഈ അമാവാസി ദിവസം തന്നെ ഈ ദൈവതുല്യരിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയാണ്. ദൈവതുല്യർക്ക് കാരാഗ്രഹത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്ന പോലെ എനിക്ക് കാണുന്നത്. കാര്യം അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പണ്ടൊരു മോഷണം നടന്നപ്പോൾ, മെയിൻ ഒരു മോഷണം നടന്നപ്പം അതിന്റെ തെളിവ് വന്നത് രമണി എന്ന് പറഞ്ഞ ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യക്കടലാസിലെ ഒരു പേരാണ്. അതേ രമണിക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഈ ദേവസ്വം ബോർഡ് ഇവര് തന്നെ വീട് വെച്ചു കൊടുക്കുന്ന ഒരു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ മോഷണം മുതൽ കൊണ്ടായിരിക്കുമല്ലോ അത് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതിലുള്ള വ്യക്തികളാണ് ഈ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരെയൊക്കെ അതിലേക്ക് പറയുന്നത്. അതെ, ഒരു ഹരിബാബു, ഇപ്പൊ ഈ മന്ത്രി അദ്ദേഹം, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് ആ ഒരു വീടിന്റെ സമർപ്പണ സമയത്ത് ആ ഒരു ഇമേജിനകത്തുള്ളതാണ്. കാര്യം ഇപ്പൊ ദേവന്റെ ഒരു കണക്ഷൻ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് അത് ഈ ഉയർത്തുന്നതും താത്തുന്നതും ഒക്കെ. അതൊക്കെ നമ്മൾ വളരെ ആകസ്മികമായിട്ട് സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ അവരുടെ ഒരു കണ്ണ് ഇതിനകത്തുണ്ട്. നമ്മളൊന്നും അറിയാതെ ഇവരിങ്ങനെ ഈ ഒരു മോഷണം നമ്മൾ വളരെ ദൈവതുല്യരിലേക്കൊക്കെ ഉള്ള എത്തപ്പെടല്ലേ. കാര്യം ദൈവതുല്യർ എന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞാണ്. വേറെ പിന്നെ തന്ത്രി അദ്ദേഹം പറഞ്ഞു ഞാൻ ദൈവതുല്യനല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു തരത്തിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനത്തെ മോഷണങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും നടത്തി നമ്മൾ ഒരിക്കലും സമൂഹം ഞെട്ടത്തക്ക രീതിയിൽ, നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ പറയുന്നതാണ്, സമൂഹം ഞെട്ടത്തക്ക രീതിയിലുള്ള ഒരു പിൻ രീതിയിലാണ് ഇതിന്റെ ഒരു ഇടപെടലുകൾ നടക്കുന്നത്. അതിന്റെ തെളിവുകളും വരുന്നത് ഒരിക്കലും ഇതുപോലൊരു ഭരണ സംവിധാനത്തിന്റെ കീഴിലുള്ള അതിന്റെ തണലിലോ നിഴലിലോ ഒക്കെ ആകാൻ സാധ്യതയുള്ള
ഇത്തരം ആൾക്കാരൊക്കെ അതിന്റെ പുറത്തേക്ക് വരുന്നു. ഇലക്ഷൻ പോലൊരു വലിയൊരു സംഭവം നടക്കുന്നു, സമൂഹത്തിന്റെ മൊത്തം ശ്രദ്ധ മറ്റു പല രീതിയിൽ നടക്കുന്നു. ഇപ്പോഴും അവിടുത്തെ, എന്നിട്ടും ഇതിനേക്കാളിലൊക്കെ വളരെ ഗുരുതരമായ സംഭവം ഇപ്പൊ അവിടുത്തെ ആ ഒരു അവസ്ഥ കഴിഞ്ഞ 2 ദിവസമൊക്കെ നമ്മൾ കണ്ടാണ്. എന്ത് ഭയാനകമായ അവസ്ഥയാണ്. പുതിയൊരു പ്രസിഡന്റ് തന്നെ പറയത്തക്ക രീതിയിലുള്ള യഥാർത്ഥത്തിൽ അവരുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയത്തിൽ ഒന്നും പതിപ്പിക്കാതെ ആ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, സത്യം പറഞ്ഞാൽ ആ ഒരു ശ്യാമപ്രസാദ് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം SDP-യുടെ പത്തനംതിട്ടയുടെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വലിയ ഉദ്യോഗസ്ഥനൊരു അവാർഡ് കിട്ടി അദ്ദേഹമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തീർത്ഥാടനം മൊത്തം സെറ്റപ്പ് ആക്കിയത്. അദ്ദേഹത്തെ ഈ പറഞ്ഞ നമ്മുടെ ആ സംഗമം കഴിഞ്ഞ് അടുത്ത ദിവസം അദ്ദേഹത്തെ മാറ്റുവാണ് അവിടുന്ന്. അദ്ദേഹത്തിനെ മാറ്റിയത് കൊണ്ടാണ് ഇവരുടെ ഈ മറ്റേ ഈ കോൺട്രാക്ട് മൊത്തം, അതായത് ടെൻഡറിങ് ഇടപാടുകൾ മൊത്തം, ഈ ശുചിമുറിയുടെയും ഈ പറഞ്ഞ വെള്ളം കൊടുക്കുന്നതിന്റെയും ഈ പറഞ്ഞ മറ്റു സാധനങ്ങളുടെ എല്ലാം താളം തല്ലിയത്. എന്നിട്ട് പുതിയൊരു ഉദ്യോഗസ്ഥൻ വന്നു, ടെൻഡർ തന്നെ പല പ്രാവശ്യം മാറ്റി വിളിച്ചു. ഈ വിളിച്ച ടെൻഡറുകൾ അങ്കിത് അശോകിനാണ് 18-ാം പടിയുടെ ചുമതല. അത് പുരം കലക്കി എന്ന പേരുള്ള അദ്ദേഹത്തിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ അതല്ല പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പലതരത്തിലുള്ള കോർഡിനേഷൻ എല്ലാം തകർന്നു. എന്തോ അയ്യപ്പൻ 2 ദിവസം കൊണ്ട് അത് തിരിച്ചൊന്ന് സെറ്റപ്പാക്കി ഇപ്പം എല്ലാം ഭംഗിയായിട്ട് പോകുന്നു പറയുന്നു. പക്ഷെ എന്നാലും ഈ വക കാര്യങ്ങളിനകത്തൊക്കെ ശ്രദ്ധ പതിക്കേണ്ട സമയത്ത് ആ ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റുകയും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു വിശ്വസ്തയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മാറ്റിയതൊക്കെ വളരെ ഗുരുതരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ എല്ലാം കാര്യം ഈ ടെൻഡറിലാണ് ഇവർ എല്ലാം കരാർ കൊടുക്കേണ്ടത്. എല്ലാ പണികളും ഈ പറഞ്ഞ തൊഴിലാളികളുടെ കാര്യവും ഈ കരാർ തൊഴിലാളികളുടെ കാര്യവും ഒക്കെ എല്ലാം കരാറാണല്ലോ അവിടുത്തെ. ശരി, ശ്രീ മഹേഷ് പണിക്കർ, അങ്ങ് പറഞ്ഞിരുന്നു നേരത്തെ പല ചർച്ചകളിലും അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഇനിയും മുകളിലേക്ക് പോകുമെന്ന്. ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴി ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുമ്പോൾ, അതേസമയം സ്വന്തം അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന തെളിവുകൾ അദ്ദേഹം ഇതുവരെ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹമാണ് മുഖ്യ ആസൂത്രകൻ എന്ന അടക്കമുള്ള തെളിവുകൾ അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ ഈ ശുപാർശ നൽകിയത്, പോറ്റി എന്ന പേര് അങ്ങോട്ട് നൽകിയത്, ദേവസ്വം ബോർഡിന് നൽകിയത് ദേവസ്വം മന്ത്രി കടകംപള്ളി ആയിരുന്നു എന്ന നിർണായകമായ മൊഴി, അതിനെ അങ്ങ് എങ്ങനെ കാണുന്നു? ഇല്ല, അത് ഇതിനകത്ത് പോറ്റി അവിടെ വന്ന ജാലഹള്ളി ബാംഗ്ലൂർ ഒരു അമ്പലത്തിലെ അവിടുത്തെ നമ്മുടെ തന്ത്രി തന്നെയാണ് അവിടുത്തെ തന്ത്രി. ആ തന്ത്രിയുടെ വാലായിട്ടാണ് അദ്ദേഹം അവിടെ വന്ന് കയറിയത്, അല്ലാണ്ട് മറ്റു രീതിയിലൊന്നും അല്ല. അയാളെ വന്നിട്ട് ഒരു 12 വർഷത്തോളം പുള്ളി തന്നെ കാര്യം കീഴ്ക്കഴകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലേലം വിളിയൊക്കെ ഉണ്ട്. നമ്മൾ അറിയാത്ത കുറെ കുരുത്തക്കേടുകൾ അതിനകത്തും ഉണ്ട്. ഈ അയ്യപ്പന്റെ നിവേദ്യം ഉണ്ടാക്കുന്നതൊക്കെ ഇവർ ഈ കീഴ്ക്കഴകം ഇരുന്നിട്ട് അത് വേറെ ലേലം വിളിയാണ്. 25 ലക്ഷം 30 ലക്ഷം രൂപയ്ക്കാണ് ഈ അയ്യപ്പനുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ടൈപ്പില് ഈ കഴകത്തിനകത്തെ ലേലം വിളി നടക്കുന്നത്. അപ്പം അങ്ങനത്തെ കൊള്ളത്തിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കുറെ വർഷങ്ങളായിട്ട് ആ ലേലം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് അയ്യപ്പന് ഫുഡ് ഉണ്ടാക്കുന്നത് അവിടുത്തെ കീഴ്ക്കഴകമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രീതിയിലാണ്. ഇങ്ങനത്തെയൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഇവർ ഈ മറ്റേ നിവേദ്യം ഉണ്ടാക്കുന്ന, അയ്യപ്പന്റെ നിവേദ്യമാണ് ഞാൻ പറയുന്നത്, ആ നിവേദ്യം ഉണ്ടാക്കുന്ന കാര്യം പോലും ഈ കീഴ്ക്കഴകത്തിന്റെ അതിൽ കോൺട്രാക്ട് ആണ്, അത് ഇദ്ദേഹമാണ് എടുക്കുന്നത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തന്ത്രീയത്തിന്റെ ഒക്കെ ഒരു ബേസ് ഉണ്ടായിട്ട് അവിടുത്തെ പല സംഘടന അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോറ്റി അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു എന്നൊക്കെയായിരുന്നുള്ള വാർത്തകൾ. പക്ഷേ ഈ സ്വർണ്ണപ്പാളി നന്നാക്കുന്ന ആളായി, കരാറുകാരനായി പിന്നെ പ്രവേശിക്കുന്നത് ഈ പറയുന്ന ദേവസ്വം മന്ത്രിയുടെ ശുപാർശയോടെയാണ് എന്നതാണ് മൊഴി. അതെ, എപ്പോഴും ഇദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ, ഈ പൂജകൾ നടത്തലും അങ്ങനത്തെ നമ്മുടെ ഈ പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വലിയ സ്പോൺസർഷിപ്പ് നടത്തലും ഒക്കെ ഇദ്ദേഹം എല്ലാ കാലങ്ങളിലും അവിടുന്ന് മാറിയിട്ടൊന്നുമില്ല. ഈ ഒഫീഷ്യൽ പരിപാടി മാറിയിട്ടുണ്ട്, ഈ കീഴ്ശാന്തി എന്നുള്ള പരിപാടിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് മറ്റേ നാളികേരം കോൺട്രാക്റ്റായിട്ട് മറ്റേ ഈ ട്രാക്ടറി കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് പൊട്ടിക്കുന്ന പരിപാടിയുണ്ട് വലിയ വലിയ ആൾക്കാരുടെയൊക്കെ. അപ്പം അങ്ങനത്തെ പരിപാടി ഒരിക്കൽ പിടിച്ചിട്ട് അത് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിന്റെ രീതിയിൽ അദ്ദേഹത്തിന് ആ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അവിടുത്തെ ജോലി എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിലും അവിടുത്തെ എല്ലാ ഇടപാടുകളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തി തന്നെയാണ് ഈ പറഞ്ഞ തട്ടിപ്പുകളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ മറ്റേ ആ പൂജാതി രീതിയിലുള്ള കാര്യങ്ങളിനകത്തും ആ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പുറത്തു വരും. കാര്യം അയ്യപ്പന് ഇപ്പൊ നമ്മുടെ ഇന്നൊരു അമാവാസി ദിവസം തന്നെ ഈ കാരാഗ്രഹം തുറന്ന് ഇദ്ദേഹത്തിന് കിട്ടുക എന്നുള്ള ആ ഒരു സംഭവം വരുമ്പോഴത്തേക്കും മറ്റു മേലോട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് പോവുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ബാക്കിയും നമ്മുടെ ആരുടെയും കയ്യിലല്ല. ഇത് അയ്യപ്പൻ നല്ല ഫുൾ കണ്ണു തുറന്ന് തന്നെ പുള്ളി ഏർപ്പാട് ചെയ്യുന്നത്. പറഞ്ഞ ഓർമ്മയിൽ ഈ ഒരു അമാവാസി ദിനത്തിലാണ് പാളികൾ അവിടുന്ന് എടുത്തത് അല്ലേ? ചന്ദ്രഗ്രഹണത്തിനാണ് ഇത് എടുക്കുന്നത്. അപ്പൊ അതിൽ ഒരു അമാവാസ്യ അത് കറക്റ്റ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത് അയ്യപ്പ തന്നെ ഇവരെ കൊണ്ട് എടുപ്പിച്ചതും. അല്ലെങ്കിൽ ഈ സംഗമം നടക്കുന്നതിന്റെ 4 ദിവസം മുമ്പ് പ്രശാന്തിന് മുൻ പ്രസിഡന്റ് ഒരു വട്ടൂന്നിട്ടാണ് ഇളക്കുന്നത്. അത് 2 ദിവസം കഴിഞ്ഞ് ഇളക്കിയാൽ പോരായിരുന്നു, സംഗമം കഴിഞ്ഞ് ഇളക്കിയാൽ പോരായിരുന്നു. നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ഇളക്കിപ്പിച്ചത് അയ്യപ്പനാണ്. പഴയ നന്നായി വരത്തുള്ളൂ, ഇനിയുള്ളതും വരാനുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ശ്രീ മഹേഷ് പണിക്കർ നൽകിയത്. നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ശ്രീ ഗോപനിലേക്ക് എത്താം. കടകംപള്ളിയുടെ പേര് വരുമ്പോൾ, കടകംപള്ളിയാണ് ശുപാർശ നൽകിയതെന്ന പേര് പറയുമ്പോൾ എന്താണ് അങ്ങേക്ക് പറയാനുള്ളതെന്ന് അറിയണം. ശ്രീ പി കെ ഗോപൻ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ പറയുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശത്താലാണ് അവിടെ സ്പോൺസറായി പോറ്റിയെ നിശ്ചയിച്ചതെന്ന്. ആ മൊഴിയോട് അങ്ങയുടെ പ്രതികരണം? അല്ല, ഈ മൊഴിയൊക്കെ SIT പുറത്തു വിടുന്നുണ്ടോ സ്മൃതി?
അതോ ഹൈക്കോടതിയാണോ പുറത്തു വിടുന്നത്? ആരായി മൊഴിയൊക്കെ അവിടുന്ന് തരുന്നത്? നമ്മൾ പൊതുജനത്തിനൊക്കെ അറിയാനുള്ള അവകാശമില്ലയോ? പത്മകുമാറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. പത്മകുമാർ കൊടുത്ത മൊഴി മാധ്യമങ്ങളെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. അതിൽ ചിലതൊക്കെ ശരിയാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ബ്രേക്കിംഗ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കടകംപള്ളിക്കെതിരായിട്ട് പത്മകുമാർ ഇങ്ങനെ മൊഴി കൊടുത്തു എന്ന് ആരായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമായിട്ടും ഊഹാപോഹങ്ങളിലൂടെയൊക്കെ ആയിട്ട് നമ്മളൊരു കാര്യത്തെ വിലയിരുത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കടകംപള്ളിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ കഴിയും ഇത്തരം ദൈനംദിന കാര്യങ്ങളിൽ നിലപാടെടുക്കുന്ന ഗവൺമെൻറ് അല്ല, അത് ദേവസ്വം ബോർഡാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് മന്ത്രിയുടെ മുമ്പിൽ ഒരു ആപ്ലിക്കേഷൻ ചെന്നാൽ മന്ത്രി അത് ദേവസ്വം ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും. അതായിരിക്കും ഇവിടെ സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് ഇത് വികസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മന്ത്രിമാർ ഇടപെട്ട് അവിടെ ദേവസ്വം ബോർഡിൻ്റെ ആളുകളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈനംദിന കാര്യങ്ങളിൽ മന്ത്രിമാർ ഇടപെടാറേയില്ല. ഇടപെടാനുള്ള അവകാശം അവർക്കില്ല. അവരിടപെടുന്ന എപ്പോഴാണ്? ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഗവൺമെൻറ് നേരിട്ട് അതിലിടപെടുന്നത്, അല്ലെങ്കിൽ മന്ത്രി നേരിട്ട് ഇടപെടുന്നത്. അല്ലാതെ മന്ത്രിക്ക് അവിടുത്തെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള റൈറ്റ് ഇല്ല. എനിക്കിപ്പോൾ കടകംപള്ളി ഒരു തരത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ വാദിച്ചുറപ്പിക്കാൻ പരിശ്രമിക്കുകയല്ല. നമുക്ക് സാധാരണഗതിയിൽ എത്താവുന്ന ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ ലോജിക്കിനനുസരിച്ചല്ലോ ഇപ്പോൾ കാര്യങ്ങളൊന്നും നടക്കുന്നത്. അങ്ങ് പറയുന്ന പോലെ നിയമം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചല്ലല്ലോ നമ്മളിവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളി മോഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചാണല്ലോ. അങ്ങനെ മോഷ്ടിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയതിൽ മുൻ ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങ് സാങ്കേതികമായി പറയുന്ന കാര്യം ഒരു ശരിയാണ്. മന്ത്രി സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് കൈമാറുന്നു, പിന്നെ ദേവസ്വം ബോർഡ് അതിൽ നടപടിയെടുക്കുന്നു. അങ്ങനെയല്ലല്ലോ ആ മൊഴി ആ രൂപത്തിലല്ല. പിന്നീട് ഈ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രിയും ഒപ്പമുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതൊരു പരിപാടിയിൽ നിരന്നു നിൽക്കുന്ന ചിത്രമല്ല. അല്ല, ചിത്രങ്ങൾ ഒരുപാട് പുറത്ത് വന്നിട്ടുണ്ട് സ്മൃതി. അതിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്യണോ? അതിനൊക്കെ നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ പുറത്തു വന്നതിന് അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് വേറെ ആരും വിശദീകരണം കൊടുക്കണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയായിട്ട് നിൽക്കുന്ന ചിത്രം പോലും പുറത്തു വന്നു. നമ്മളിപ്പോൾ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അതിനൊന്നും ഞാൻ തള്ളിക്കളയാനോ ന്യായീകരിക്കാനോ പരിശ്രമിക്കുന്നില്ല. അതല്ല പരിപാടിയിൽ നിൽക്കുന്ന ചിത്രമല്ല എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. സ്മൃതി അല്ല, അവര് സ്വർണ്ണം എടുത്ത് കടകംപള്ളിയെ കൊണ്ട് കൊടുക്കുന്ന ചിത്രം ആയിക്കോട്ടെ. സ്മൃതിക്ക് സമാധാനമായിട്ട് രാത്രിയിൽ സ്വർണ്ണം എടുത്ത് കടകംപള്ളിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് കൊടുക്കുന്ന ചിത്രം ആയിക്കൊള്ളട്ടെ. ഇങ്ങനെ എന്തിനാണ് നമ്മൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്? ഇനി ഇതിൻ്റെ ഇടയിലൂടെ സ്മൃതി ഒരു കാര്യം പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചു. മറ്റു പാനലിസ്റ്റുകൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല. പത്മകുമാർ അവരും ശ്രദ്ധിച്ചു കാണും. അവർക്കത് സുഖമായതുകൊണ്ട് അവർ പക്ഷേ പറയാത്തതായിരിക്കും. പത്മകുമാറിൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി പത്മകുമാറിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. എന്താ സ്മൃതി ഇതുമായിട്ട് ബന്ധം? ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിശ്ചയിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ അത് CPM ലീഡർഷിപ്പിൽ സാധാരണയായിട്ട് CPM പ്രധാനപ്പെട്ട നേതൃത്വത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളായിട്ട് കൊടുക്കാറില്ല. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് 2 പേരെ കൊടുത്തു. അവർക്ക് ആ ക്ഷേത്രമായിട്ടും മറ്റു പല പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് അവരെ കൊടുത്തത്. അഡ്വക്കേറ്റ് അനന്തഗോപനെയും പത്മകുമാറിനെയും കൊടുത്തത്. നിങ്ങളൊക്കെ തന്നെ പറയുന്നത് പോലെ പത്മകുമാറിൻ്റെ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് ശബരിമലയായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ കൊടുത്തത്. പത്മകുമാറിന് അവിടെ മാത്രമല്ല ആറന്മുള ക്ഷേത്രമായിട്ടും വലിയ ബന്ധമുണ്ട്. വളരെ പുരാതനമായ ഒരു തറവാട്ടിൽ അംഗമാണ് അദ്ദേഹം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൊടുത്തത് തീർച്ചയായിട്ടും അത് ലീഡർഷിപ്പ് നോക്കിയിട്ടല്ല, മറ്റു ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അതിനകത്ത് എന്തെങ്കിലും പെശക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെശക് തെളിയിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് നടപടി സ്വീകരിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണമെന്ന് ആവശ്യപ്പെടാം. അതിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. അടുത്തത് മഹേഷ് പണിക്കരുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം ഒരു ലിസ്റ്റ് കൊടുത്താട്ടെ, ആരെയൊക്കെ ഉദ്യോഗസ്ഥരെ ശബരിമലയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു ലിസ്റ്റ് കൊടുത്താൽ അതനുസരിച്ച് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് കൂട്ടായിട്ട് ആവശ്യപ്പെടാം. അല്ലാതെ വേറെ മാർഗ്ഗമില്ല അതിനകത്ത്. പിന്നെ ഉള്ളത് ഇവിടെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് CPM പ്രതിനിധികൾ പറഞ്ഞു എന്നാണ്. ഞങ്ങളത് പറഞ്ഞത് 2025 പൂശാൻ കൊടുത്ത സ്വർണത്തിൽ നഷ്ടം ഉണ്ടായില്ലെന്നുള്ള വാദമാണ് മുന്നോട്ട് വെച്ചത്. 2019 വിഷയമല്ല, 2019 ചെമ്പിൻ്റെ പ്രശ്നം വരുന്നത്. അത് ഉദ്യോഗസ്ഥരെന്ന തരത്തിൽ അതിനകത്ത് ചെമ്പായിട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്നുള്ളതായിരിക്കണം പത്മകുമാറിന്റെ പേരിൽ വന്നിട്ടുള്ള അജിറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ പത്മകുമാർ ഉത്തരവാദിയാണ്. എങ്ങനെ സ്വർണം മോഷ്ടിച്ചു എന്ന് ഞങ്ങൾ ആരും കരുതത്തില്ല. പക്ഷേ അതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ജാഗ്രത കുറവ് കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തെറ്റായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നിയമപരമായി തന്നെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. അതിൽ പരിഹാസം എല്ലാത്തിനും ഒരു മറുപടിയാകുമോ എന്നുള്ള കാര്യം
ഈ വൈകിയ വേളയിലെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് നന്നാകും ശ്രീ അല്ല, ഞാൻ പറഞ്ഞു തരുന്നത് അല്ല, സ്മൃതിക്കാണല്ലോ പരിഹാസത്തിനുള്ള കേരളത്തിൽ എല്ലാവരെയും പരിഹസിക്കാനുള്ള അധികാരം സ്മൃതിക്ക് തന്നിരിക്കുകയാണല്ലോ. പൊതു സമീപനമാണ് കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ മുഴുവൻ അല്ല, ഞാനത് പറയട്ടെ, അങ്ങനെ കയറി ഇടപെടാതെ. കേരളത്തിൽ എല്ലാവരെയും പരിഹസിക്കാനുള്ള കുത്തകാവകാശം തന്നിട്ടുള്ളത് ശ്രീമതി സ്മൃതിക്കാണല്ലോ. വേറെ ആർക്കും പരിഹസിക്കാൻ അവകാശമില്ല. സ്മൃതിക്ക് എല്ലാവരെയും പരിഹസിക്കാമല്ലോ. അതിനുള്ള അവകാശം അങ്ങേക്ക് തന്നിട്ടുണ്ടല്ലോ. അത് കേരളീയ സമൂഹം അനുവദിച്ചു തന്നാണല്ലോ. അറസ്റ്റിനെ കുറിച്ച് ചോദിച്ചുകൂടാ, ഒന്നും സംഭവിച്ചിട്ടില്ല, വളരെ സാങ്കേതികമാണല്ല. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. ഏതായാലും SIT വളരെ നിർണായകമായ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണിത്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ ശ്രീ സന്ദീപ് വാര്യർ? അല്ല സ്മൃതി, ശബരിമലയിലെ വിഷയം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള വിഷയമല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ ഒരു ഹൃദയവികാരം ഏറ്റെടുത്തുകൊണ്ട് ആ വലിയ മനപ്രയാസം ഏറ്റെടുത്തുകൊണ്ടാണ് UDF ഇക്കാര്യത്തിൽ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ തന്നെയാണ് സമരം ചെയ്ത് ഞാൻ 10 ദിവസം ജയിലിൽ പോയത്. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ഒരു വിഷയമേ അല്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വികാരങ്ങളെ സംരക്ഷിക്കുക, ശബരിമലയിലെ സ്വർണം അടക്കമുള്ള സ്വത്തുവകകൾ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ബാധ്യത പൊതുപ്രവർത്തകർക്കുണ്ട്. ഇവിടെ ശ്രീ ഗോപൻ പറഞ്ഞ ചില കാര്യങ്ങളില്ല. അദ്ദേഹം പറഞ്ഞത് ലോജിക്ക് അനുസരിച്ച് പത്മകുമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന, ഇവരുടെ ലോജിക്ക് കുറച്ച് ദിവസം മുമ്പ് എന്തായിരുന്നു? ഈ ലോജിക്ക് അനുസരിച്ച് വാസു നിരപരാധിയായിരുന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രൻ വാസുവിന് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ? പത്മകുമാർ പ്രതിയെ ആവില്ലായിരുന്നല്ലോ. ഇതെല്ലാം ഇവരുടെ ലോജിക്ക് അനുസരിച്ച് ദേവസ്വം ഓഫീസർമാർ ഒതുങ്ങി നിൽക്കുമായിരുന്നല്ലോ. അതിന് മുമ്പുള്ള ലോജിക്ക് അനുസരിച്ച് ഉണ്ണീഷ്ണം പൊറ്റി നിരപരാധിയായിരുന്നല്ലോ. ആ ലോജിക്ക് അനുസരിച്ച് ദേവസ്വം വിജിലൻസും പോലീസും ഒന്നും കേസ് പോലും എടുക്കാൻ തയ്യാറായില്ലല്ലോ. അപ്പോൾ ഇവരുടെ ലോജിക്ക് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയെങ്കിലും CPM-നെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കുക, CPM നേതൃത്വത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ള ലോജിക്ക് അനുസരിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അയ്യപ്പൻ്റെ ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങളിലെ മോഷ്ടാക്കളെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിടയിലെ മോഷ്ടാക്കളെ അയ്യപ്പൻ്റെ ലോജിക്ക് തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. ഈ മണ്ഡലകാലത്ത് നിങ്ങളുടെ നേതാക്കൾ ജയിലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ന്യായീകരണങ്ങളോ അയച്ചു തരാൻ ക്യാപ്സ്യൂളുകളോ ഇന്ന് AKG സെൻറ്ററിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിങ്ങൾ ശബരിമലയിൽ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ കൊടിയ ക്രൂരത, ശബരിമലയോട് ചെയ്ത ക്രൂരത, ഇത് ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇതിലെന്ത് ന്യായീകരണമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി ജയിലിലേക്ക് ഘോഷയാത്രയായിട്ട് പോകുന്നു. ഇനിയുള്ളത് കടകംപള്ളിയുടെ ഊഴാണ്. അടുത്ത വിക്കറ്റ് തെറിക്കേണ്ടത് കടകംപള്ളിയുടേതാണ്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട, അങ്ങോട്ട് അന്വേഷണം പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവിടെ അന്വേഷണം പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും CPM സംരക്ഷണ കവചം ഒരുക്കും എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ഉന്നതമായിട്ടുള്ള ഏജൻസിയുടെ ഇടപെടൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് അന്വേഷണം ഇത്രയുമെങ്കിലും എത്തിയത്? അത് ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ടാണല്ലോ. ഹൈക്കോടതിയിൽ ഇത് ആദ്യഘട്ടത്തിൽ ദേവസ്വം വിജിലൻസും അതുപോലെ പോലീസും ഒക്കെ പോയ സമയത്ത് അതിൽ തൃപ്തി വരാതെയാണല്ലോ അന്വേഷണം ഇങ്ങോട്ട് പോയത്. അല്ലാതെ ഇവര് പിണറായി വിജയന്റെ സർക്കാർ പോയിട്ട് എന്നാൽ പിന്നെ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ഈ അന്വേഷണം ഉണ്ടായത്. ഇവിടെ ഇവർ ശ്രമിച്ചത് മുഴുവൻ ഇത് അട്ടിമറിക്കാനായിരുന്നു. ഓരോ ദിവസവും കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ ഏജൻസികൾക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ ചോദ്യം ചെയ്യണം. അതൊന്നും നടക്കാതെ പോയത് കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ SIT അറസ്റ്റിലേക്ക് റിപ്പോർട്ടും നിർണായകമാണ്. അക്കാര്യത്തിൽ സംശയമില്ല. സമയം എല്ലാവർക്കും CPM-ന്റെ പ്രതിനിധിക്ക് സംസാരിക്കാൻ അവർ സമയം തരില്ല. CPM-ന്റെ പ്രതിനിധിക്ക് സംസാരിക്കാൻ അവർ സമയം തരില്ല. എനിക്ക് ആകെ തന്നത് 4-5 മിനിറ്റാണ് തന്നത്. ഞങ്ങളെ ഒഴിവാക്കി ചർച്ച നടത്തണം ശ്രീമതി സ്മൃതി. എല്ലാവർക്കും സമയം അതാ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സന്തോഷമാവും. CPM-ന്റെ പ്രതിനിധിക്ക് സമയം കൊടുക്കണം. CPM-ന്റെ പ്രതിനിധിക്ക് എന്റെ സമയത്തിൽ നിന്ന് CPM-ന്റെ പ്രതിനിധിക്ക് എന്റെ സമയത്ത് നിന്ന് 1 മിനിറ്റ് എടുത്ത് കൊടുക്കണം. സമസ്താപരാധം പറഞ്ഞ് അയ്യപ്പന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാനുള്ള 1 മിനിറ്റ് സമയം എന്റെ പക്കൽ നിന്ന് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. എന്താണ് പറയാനുള്ളത് ശ്രീ ഗോപൻ? അത് സന്ദീപ് വാര്യർ മഹാത്മാഗാന്ധിയോടാണ് അത് മാപ്പ് ചോദിക്കണ്ടേ. സന്ദീപ് വാര്യർ മഹാത്മാഗാന്ധിയോട് മാപ്പ് ചോദിക്കണം. അറിയാമല്ലോ കാര്യം എന്താന്നുള്ളത്. ഞാനല്ല മാപ്പ് ചോദിക്കണം. ശരി, എന്താ കാര്യം പറയേ? പറഞ്ഞിട്ട് പോയാൽ മതി. സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം ശ്രീ സന്ദീപ് വാര്യർ. ഒരു കാര്യം കേരളീയ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാതെ എന്താ കാര്യം ഞാനല്ല പറയേണ്ടത്. ശബരിമലയിൽ ഇടതുപക്ഷത്തിന്റെ കാലത്തല്ല. അത് രാമൻ നായരുടെ കാലത്തും പ്രയാഗോപാലകൃഷ്ണന്റെ കാലത്തും ഒക്കെയാണ്. ഞങ്ങളുടെ കാലത്തല്ല. ശ്രീ RV ബാബു, ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് BJP പറഞ്ഞത്. സമയമില്ലല്ലോ ശ്രീ, സമയം നോക്കൂ, അങ്ങ് നോക്കൂ.
ശ്രീ ആർ വി ബാബു രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അങ്ങ് സംശയിക്കുന്നു? ആചാര ലംഘനം പോലും നിങ്ങൾ അതിനകത്ത് ദയവായി കേൾക്കൂ. സുപ്രീം കോടതി പ്രഖ്യാപിച്ച ശ്രീ ഗോപൻ അങ്ങ് കേൾക്കൂ. ആർ വി ബാബു സംസാരിക്കുന്നു. ഒന്ന് കേൾക്കൂ. ആർ വി ബാബു സംസാരിക്കുന്നു. അങ്ങൊന്ന് കേൾക്കൂ. ഗോപൻ ദയവായി കേൾക്കൂ. ദയവായി കേൾക്കൂ. നിങ്ങൾ അവരെ കൊണ്ടൊക്കെ സംസാരിക്കുന്ന സ്മൃതി ഞങ്ങളെ ഒഴിവാക്കിയതല്ല നേടുന്നില്ലല്ലോ. ഞങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കും. ഗോപനൊന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. ഗോപനൊന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. ഗോപൻ ഒരു കാര്യം പറയണ്ടായി. എന്താണ്? പത്മകുമാറിന്റെ സമയത്ത് നഷ്ടപ്പെട്ട സ്വർണത്തെ കുറിച്ചല്ല, സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പറഞ്ഞത് സ്വർണം ഒരു തരി പോലും പോയിട്ടില്ല എന്നുള്ളത്. ഗോപൻ അങ്ങ് എത്ര കള്ളമാണ് പറയുന്നത് നോക്കൂ. ആരെങ്കിലും പത്മകുമാറിന്റെ നമ്മുടെ പ്രശാന്തിന്റെ കാലത്ത്, പ്രശാന്തിന്റെ 2025 സ്വർണം പോയതിനെ സംബന്ധിച്ച് പ്രശാന്തിന്റെ സമയത്ത് സ്വർണം പോയി എന്നുള്ളത് ആരാ പറഞ്ഞത്? ഇവിടെ ഈ വിഷയം തന്നെ വന്നത് എപ്പോഴാ? സ്പെഷ്യൽ കമ്മീഷണർ ഒരു റിപ്പോർട്ട് കൊടുത്തു. 2019 കൊണ്ടുപോയ ആ സാധനത്തിന്റെ ഭാരം കുറച്ചാണ് കൊണ്ടുവന്നത്. 5 കിലോന്റെ 5.5 കിലോന്റെ മറ്റേ കുറവുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ചർച്ച. ഈ സാധനം കൊണ്ടുപോയത് ഞങ്ങൾക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാൻ നിവൃത്തിയില്ല, അത് ഒരുക്കി മറ്റൊരു രൂപത്തിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതിനകത്ത് അവിടെ തർക്കം എന്താ? പ്രശാന്തിന്റെ തർക്കം എന്തായിരുന്നു? ദേവസ്വം മാനുവലിന് വിരുദ്ധമായി സന്നിധാനത്തിന്റെ പ്രിമൈസ് വിട്ട് ഈ സാധനം പുറത്തു കൊണ്ടുപോയി. അതും 2019 ക്രമക്കേട് കാണിച്ച് അതേ പോറ്റിയെ തന്നെ ക്ഷണിച്ചു വരുത്തി കൊടുത്തു. ഇതാണ് പ്രശാന്ത്. അല്ലാതെ പ്രശാന്തിന്റെ സമയത്ത് സ്വർണം നഷ്ടമായെന്ന് ചർച്ച നമ്മൾ നടത്തിയിട്ടില്ല. പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ വിമർശനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീ ആർ വി ബാബു. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പ്രശാന്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് സമയക്കുറവ് മൂലമാണ്. ശ്രീ ഗോപൻ ദയവായി ക്ഷമിക്കുക, നമുക്ക് അടുത്ത ദിവസം ഉണ്ടല്ലോ. അതാണ് അത് 2015 അതേ ആൾക്ക് തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അതെ നാളെ ആവുമ്പോഴേക്കും എന്തായാലും അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മൊഴിയിലെ കുറെ വരികളെങ്കിലും കുറെ കാര്യങ്ങളെങ്കിലും പുറത്തു വരും. ശ്രീ ഗോപൻ മൊഴിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു. ശരി, മൊഴിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. വളരെ നന്ദി ശ്രീ പി കെ ഗോപൻ, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ആർ വി ബാബു, ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.